ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചക്ക ദിവസമാണ് കാണിക്കുന്നത്. ചക്ക ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ചക്ക ഇട്ടിട്ട് എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നല്ലോണം മൂത്ത ചക്ക എടുത്ത് വറക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പഴുത്ത ചക്കയെല്ലാം എടുത്ത് ചക്കയപ്പം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ചക്ക വേവിക്കുന്ന പരിപാടി ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം ചക്ക കനം കുറഞ്ഞ ചക്ക എടുത്തിട്ട് മൂത്തത് നീളത്തിലരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്, ഒരു ചിപ്സായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കും. അപ്പം അന്നന്നത്തെ കഴിക്കാനല്ല കിട്ടുക. ജസ്റ്റ് കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ശകലം ഉപ്പും കൂടെ തിരുമ്മി സൂക്ഷിച്ച് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്താണ്. നല്ലോണം പൊള്ളി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ തലഭാഗവും ബാക്ക് ഭാഗവും ചെത്തിയെടുത്തിട്ട് നമ്മളത് പുഴുക്കുണ്ടാക്കുന്നുണ്ട്. നല്ലോണം ആവിയിൽ വേവിച്ച ശേഷം പച്ചമുളകും തേങ്ങയും ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കിയിട്ട് പുഴുക്കിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് വേവിക്കുന്നത്. കടുക് പൊട്ടിക്കുകയല്ല, അല്ലാതെ പുഴുങ്ങിയെടുക്കുകയാണ് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചത്തേനുള്ള ഡിഷും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പഴുത്ത ചക്കയാണ്. പഴുത്ത ചക്കേൻ്റെ പഴുപ്പെടുത്ത് നന്നായി അരച്ച് റവയും കൂടെ മിക്സ് ചെയ്ത് ശർക്കരയും കൂടെ ആക്കി 4 മണി പലഹാരവും റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.